നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ മലയാളി യുവതി അതുല്യ. ഈ സംഭവം നമ്മളെ എല്ലാവരെയും ഒന്നടങ്കം വേദനിപ്പിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളൊക്കെ കുടുംബം സ്വീകരിച്ചു കഴിഞ്ഞു. ഭർത്താവ് സതീഷ് ശങ്കറിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസം സതീഷ് മാധ്യമങ്ങളോടൊക്കെ പ്രതികരിക്കുമ്പോൾ പറയുകയുണ്ടായി, ഇനി എന്റെ ജോലിയുടെ കാര്യം എന്താണെന്ന് എനിക്ക് അറിയില്ല, എന്നെ പറഞ്ഞു വിടുമോ എന്നൊന്നും അറിയില്ല എന്നൊരു ആശങ്ക പങ്കുവയ്ക്കുകയുണ്ടായി. എന്തായാലും സതീഷിനെ ഈ ഒരു സംഭവത്തിന് പിന്നാലെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. കാരണം തെളിവ് സഹിതം, വീഡിയോ തെളിവ് സഹിതം ആ സതീഷിന്റെ ഒരു ഭീകരമായ അവസ്ഥ, ക്രൂരതകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കമ്പനിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം അടക്കം കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്, അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് മറ്റു വിവരങ്ങൾ? ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ വരുന്ന അപ്ഡേറ്റ്സ് അനുസരിച്ച് ഈ പറയുന്ന സതീഷ് ശങ്കറിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇയാൾ ഇവിടേക്ക് എത്തിയിട്ട് 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഇയാള് ജോലി സ്ഥലത്തും മെയിനായിട്ട് നടപടി ഉണ്ടായത് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഇയാളെ പിരിച്ചുവിടുന്നതിലേക്ക് എത്തിയത്. കൂടാതെ ഇയാൾ ജോലി സ്ഥലത്തും മദ്യപിച്ചൊക്കെ എത്തി അവിടെയുള്ള സഹപ്രവർത്തകർക്കൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്നു എന്നൊക്കെയാണ് സഹപ്രവർത്തകർ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെയൊക്കെ ഏറ്റവും ഒടുവിലായിട്ടാണ് ഇപ്പോ ഇത്തരത്തിൽ ഇയാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നത്. സതീഷിന്റെ പീഡനം മൂലമാണ് ഈ അതുല്യ ആത്മഹത്യ ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം തെളിവ് സഹിതമാണ് ഇതിന് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോ ദുബായിലെ സ്വകാര്യ കമ്പനി സൈറ്റ് എഞ്ചിനീയറായ സതീഷിനെ പിരിച്ചുവിട്ടു എന്ന് കമ്പനി തന്നെ അറിയിക്കുകയായിരുന്നു. ഈ സതീഷ് ഉപദ്രവിക്കുന്നതിന്റെയും അസഭ്യം പറയുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെയാണ് ഈ അതുല്യ ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തിരുന്നത്. ഈ വീഡിയോയുടെയും കുടുംബാംഗങ്ങളുടെ പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സതീഷിനെ പിരിച്ചുവിട്ടത്. പിന്നെ അത് മാത്രമല്ല, ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോഴേ സതീഷിന്റെ സ്വഭാവം വ്യക്തമായിരുന്നതായി ഈ അതുല്യയുടെ കുടുംബം ആരോപിച്ചിരുന്നു. കല്യാണം നടത്തിയില്ല എങ്കിൽ താൻ മരിക്കുമെന്നായിരുന്നു ഈ സതീഷിന്റെ അമ്മ ഈ സതീഷിനെ കുറിച്ച് ഈ കുടുംബം പറഞ്ഞിരുന്നത്. അപ്പോ അതുല്യയുടെ വീട്ടിലെ കിണറ്റിൽ ചാടുമെന്നാണ് ഈ പറയുന്ന സതീഷ് തങ്ങളെ ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് ഈ കുടുംബം പറയുന്നത്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ പ്രതികരിച്ച് ഈ സതീഷിന്റെ അമ്മ വന്നിട്ടുണ്ട്. സതീഷിന്റെ അമ്മ പറയുന്നത്, എന്റെ മോൻ എന്താ വേറെ പെണ്ണിനെ കിട്ടില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം അവന് നല്ല സാമ്പത്തികവും വിദ്യാഭ്യാസവും ഉണ്ട്, അവന് നല്ല ജോലിയുണ്ട്, അവൻ കിണറ്റിൽ ചാടുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് നുണയാണ്. ഈ അതുല്യയുടെ മാതാപിതാക്കൾ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നാണ് ഈ സതീഷിന്റെ അമ്മ പറയുന്നത്. ഈ സതീഷ് തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, അവൾ എന്റെ അമ്മയ്ക്കൊപ്പം വന്ന് നിൽക്കില്ല, കാരണം അവിടെ നിൽക്കുമ്പോൾ എപ്പോഴും പ്രശ്നമാണ്, അയൽവാസികളോട് വേണമെങ്കിൽ ചോദിക്കാം, അത് കാരണം എന്റെ അമ്മയോട് ഞാൻ സംസാരിക്കാറില്ല, എന്റെ ബന്ധുക്കളോട് ഞാൻ സംസാരിക്കാറില്ല, എനിക്ക് അതുല്യ മാത്രമാണ് എനിക്കുള്ളത്, കുടുംബാംഗങ്ങളുമായിട്ട് ഒന്നും ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ സതീഷിന്റെ അമ്മ പോലും പറയുന്നുണ്ട്, കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സംസാരിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് സതീഷിന്റെ അമ്മയും പറയുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ പറയുന്നത്, അവനെന്താ വിദ്യാഭ്യാസമില്ലേ, ജോലിയില്ലേ, സാമ്പത്തികമില്ലേ, അവനെന്താ വേറെ പെണ്ണ് കിട്ടില്ലേ എന്നൊക്കെ ഈ അമ്മ വന്ന് പറയുന്നത്. ഇപ്പോ ഈ കേസ് 8-അംഗ സംഘത്തെയാണ് ഇപ്പോൾ അന്വേഷിക്കാനായി നിയോഗിച്ചിട്ടുള്ളത്. ഷാർജ പോലീസിലും കേസ് കൊടുക്കുന്ന നീക്കം നടക്കുന്നു. ഇപ്പോൾ വിഭജകയുടെ സംഭവത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ഷാർജ പോലീസിലും അതുല്യയുടെ കുടുംബവും ഒരു പരാതി കൊടുക്കാനുള്ള നീക്കത്തിലാണ്. അതെ, ഈ ചവറ തെക്കും ഭാഗം SHO യുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിന് കരുനാഗപ്പള്ളി ASP ആണ് മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഈ സതീഷിന്റെ ക്രൂരതകളൊക്കെ ചിത്രീകരിച്ച ഫോൺ കണ്ടെടുക്കണമെന്നാണ് ഇത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ നൽകുന്ന വിവരം. കൂടാതെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതാണ് ആ ക്രൂരത നിറഞ്ഞ വീഡിയോ ഒക്കെ, അതായത് സ്റ്റൂളൊക്കെ എടുത്ത് അതുല്യ അടിക്കാൻ നിൽക്കുന്ന ഭീകരത നിറഞ്ഞ ആ ദൃശ്യങ്ങൾ. അപ്പൊ അത് പകർത്തിയ ഫോൺ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആ ഫോൺ ഒരു നിർണായക തെളിവ് തന്നെയാണ്. ഇനി അത് നശിപ്പിക്കപ്പെട്ടോ, അത് കണ്ടെത്താനാകുമോ, അതൊക്കെ വലിയൊരു ചോദ്യം തന്നെയാണ്. എന്തായാലും ആ ഫോൺ കണ്ടെത്തുക ഏറ്റവും നിർണായകമായിട്ട് മാറിയിരിക്കുകയാണ്. മാത്രമല്ല, ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും സതീഷിനെ എങ്ങനെയും നാട്ടിലെത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ലുക്കൌട്ട് നോട്ടീസൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് ഇയാൾക്കെതിരെ. അപ്പോ ഒരു വളഞ്ഞിട്ട് പൂട്ട് ആ ഒരു നീക്കത്തിലേക്ക്, പ്രത്യേകിച്ച് കൊലക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. കാരണം അതുല്യയുടെ അമ്മ പറഞ്ഞത്, എന്റെ മകളെ ഫ്ലാറ്റിൽ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ അവളെ കൊലപ്പെടുത്തി എന്ന രീതിയിലാണ് അമ്മ മൊഴി നൽകിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ
അടിസ്ഥാനത്തിൽ സതീഷിനെതിരെ കൊലക്കുറ്റം കൂടി ചുമത്തിയിട്ടുണ്ട്. അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കുടുംബത്തിന് സംശയമുണ്ട്. അതായത് അവൾ ആത്മഹത്യ ചെയ്യില്ല എന്ന് കുടുംബം ഉറച്ചു പറയുന്നു. അപ്പൊ ഇതൊരു കൊലപാതകമാണോ എന്നൊരു സംശയം കുടുംബത്തിനുണ്ട്. അപ്പോൾ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഒരു വ്യക്തത ആ കാര്യത്തിൽ വരികയുള്ളൂ. അതെ, ഈ സതീഷ് കഴിഞ്ഞ ദിവസമൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് താൻ വളരെ പെർഫെക്റ്റ് ആണെന്ന രീതിക്കൊക്കെ ഭയങ്കരമായിട്ട് നാടകം കളിക്കുന്നുണ്ടായിരുന്നു. കാരണം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് എന്റെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വികാര പ്രകടനങ്ങളൊക്കെ നടത്തിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ കൂടുതൽ ആരോപണങ്ങൾ ഇയാൾക്ക് ഇത്ര ഉയർന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ആരോപണം അതുല്യയുടെ സുഹൃത്ത് ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഇയാളുടെ മൂത്രം വരെ ഇത്തരത്തിൽ അതുല്യയെ കൊണ്ട് ഇയാൾ കുടിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് വരെയാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇയാൾ ഫാനിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇയാൾ പിന്നീട് പറയുന്നുണ്ട്, എനിക്കിതിലെ സത്യാവസ്ഥ പുറത്തു വരണം, അതുവരെ താൻ ജീവനോടെ തന്നെ കാണും എന്നൊക്കെ പറയുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയണം, ആ ഫ്ലാറ്റിനുള്ളിൽ ഒരു കറുത്ത മാസ്ക് ഞാൻ കണ്ടു, അത് ആരുടേതാണ് എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. കൂടാതെ അതായത് 3 പേരെ പിടിച്ചാൽ പോലും നീങ്ങാത്ത തങ്ങളുടെ ബെഡ് ദിശ മാറിയാണ് കിടന്നിരുന്നത്. തനിക്ക് സംശയമുണ്ട്, ഇത് നടന്നത് ഒരു കൊലപാതകമാണോ? കാരണം ഞാനൊരു സുഹൃത്തിന്റെ കോള് വന്നിട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു. പോയിട്ട് വന്നപ്പോഴാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത് നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. കൂടാതെ അതിനു മുൻപേ തന്നെ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ഫാനിൽ കെട്ടിത്തൂങ്ങി ചാവുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളെ ഭീഷണിപ്പെടുത്തിയതായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇയാൾ കരുതിയിരുന്നത് ഇതൊരു തമാശയായിരിക്കാം, അത്തരത്തിൽ അവൾ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. അപ്പോ ഇയാൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ അതിലെ ഉപദ്രവിക്കുമെന്നൊക്കെ ഇയാൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ തനിക്ക് മരണത്തിൽ പങ്കില്ലെന്നാണ് ഇയാള് ആണയിട്ടത്. അപ്പൊ കുറെ തവണ വെള്ളിയാഴ്ച വിളിച്ചിരുന്നു, വീഡിയോ കോൾ ആയിരുന്നു ചെയ്തത്. ആത്മഹത്യ ചെയ്യുമെന്ന് ഈ ഫാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അവള് പറഞ്ഞത്. ഞാൻ വന്നപ്പോൾ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അപ്പൊ മുറിയിലെത്തിയപ്പോൾ അവൾ ഫാനിൽ തൂങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്റെ കൈലി മുണ്ടിലാണ് തൂങ്ങി നിന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീടാണ് ഇയാൾ ഇതൊരു കൊലപാതകമാണെന്ന സംശയമൊക്കെ ഇയാൾ ഉന്നയിക്കുന്നത്. ഇയാൾ തന്നെ ഈ ഒരു കേസിനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. കാരണം ഈ നടന്നത് എന്തായിരുന്നാലും ഒരു കൊലപാതകമാണ് എന്നതിൽ 80% തെളിയിക്കുന്ന തെളിവുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ബാക്കി ഇയാളുടെ ഭാഗം ഇയാൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് ഞാനല്ല കൊലപ്പെടുത്തിയത്, മറ്റാരോ ഇവിടേക്ക് കയറിയിട്ടുണ്ട്, കാരണം ഒരു കറുത്ത മാസ്ക് ഒക്കെ കണ്ടു, കാരണം ഇനി കട്ടിലൊക്കെ ദിശ മാറി കിടക്കുകയാണ്, എനിക്കിതിന്റെ സത്യാവസ്ഥ അറിയണം എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള എന്താ പറയാ ക്യൂരിയോസിറ്റി നിറയ്ക്കുന്ന വാക്കുകളൊക്കെ ഇയാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളമ്പിയിരുന്നു. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇത്രയും വർഷത്തോളം ഇയാളുടെ ക്രൂര പീഡനങ്ങളാണ് ഈ പെൺകുട്ടി ഏറ്റുവാങ്ങിയിരുന്നുള്ളതാണ്. കാരണം ഒരു 10 വയസ്സുകാരിയായ ഒരു മകളുണ്ട്. ഈ മകളുടെ കൺമുന്നിൽ നിന്നാണ് ഇയാൾ മദ്യപിച്ചു കൊണ്ടിരുന്നത്, ഈ യുവതിയെ ആക്രമിച്ചു കൊണ്ടിരുന്നത്. ആ കുട്ടി പോലും തനിക്ക് ഇവിടെ നിൽക്കണ്ട, തനിക്ക് അപ്പൂപ്പന്റെയും അമ്മൂമ്മയ്ക്കും ഒപ്പം നിന്നാ മതി എന്നൊരു നിലപാടെടുത്തുകൊണ്ട് നാട്ടിലേക്ക് എത്തുകയാണ്. പിന്നെ ഇയാളുടെ മറ്റൊരു പീഡനത്തിന്റെ രഹസ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഈ പെൺകുട്ടി അതുല്യ ജന്മം കൊടുത്തത് ഒരു പെൺകുട്ടിക്കായിരുന്നു. ആ ഒരു പെൺകുട്ടി ആയതിന്റെ പേരിൽ പലപ്പോഴായിട്ട് ഇത്തരത്തിൽ ഈ ഒരു സംസാരം ഉണ്ടാവുകയും ഇതിന്റെ പേരിലൊക്കെ ഉപദ്രവങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന്റെ കൂട്ടത്തിൽ ഇയാൾ മറ്റൊരു കാര്യവും പറയുന്നുണ്ട്. അതായത് തന്റെ 41ാമത്തെ വയസ്സിൽ ഈ പറയുന്ന അതുല്യ ഗർഭിണിയായി. അപ്പോൾ ആ കുട്ടീനെ എന്തുകൊണ്ടോ ഇവൾ ഗർഭചിത്രം നടത്തി. അത് എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, താൻ ഒരു അതായത് ഈ പറയുന്ന സതീഷ് ഷുഗർ പേഷ്യന്റ് ആണ്, നാളെ എന്തെങ്കിലും വന്ന് അയാൾ മരിച്ചു കഴിഞ്ഞാൽ താനും കുട്ടികളും എങ്ങനെ ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഗർഭചിത്രം നടത്തിയെന്നാണ് ഇയാൾ ആരോപിക്കുന്നത്. പക്ഷെ അതൊക്കെ വെറും ആരോപണമായി തന്നെ നമുക്ക് നിലനിൽക്കുകയാണ് എന്ന് നമുക്ക് പറയാം. കാരണം അത്രത്തോളം പീഡനം ഏറ്റുവാങ്ങിയത്, സ്വന്തം മൂത്ത കുഞ്ഞിനെ പോലും സ്നേഹിക്കാൻ കഴിയാത്ത ഇയാൾ എങ്ങനെയായിരിക്കും ഒരു 2ാമത്തെ കുഞ്ഞിനെ ഇയാൾ സ്നേഹിക്കുക എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. ചിലപ്പോൾ അത്തരത്തിൽ പല പീഡനങ്ങളും ഇനിയും ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്നുള്ള ഭയന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ തന്റെ മൂത്ത കുഞ്ഞിനുണ്ടായ ഒരു ഗതികേട് 2ാമത്തെ കുഞ്ഞിനുണ്ടാകരുത് എന്ന് ഭയന്നുകൊണ്ടായിരിക്കാം അത്തരത്തിൽ അവൾ ചെയ്തത്. എന്ത് തന്നെയായിരുന്നാലും സതീഷ് ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു തെറ്റ് തന്നെയാണ്. കാരണം ഇത്രയും നാളും ഒരു എന്താ പറയാ ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ് എന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ ആ മുറിക്കുള്ളിലിട്ട് എന്തൊക്കെ തരത്തിൽ ഉപദ്രവിക്കാമോ അതെല്ലാം ചെയ്തു. ഷൂലേസ് പോലും ആ പെൺകുട്ടി കെട്ടിക്കൊടുക്കണം, എങ്കിൽ മാത്രമേ അയാൾ പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ. 3 നേരം വെച്ചു വിളമ്പിയുള്ളത് ഓഫീസിലേക്ക് കൊടുത്തു വിടണം. ഒരു കർച്ചീഫ് കഴുകിയില്ല എന്നൊരു ആരോപിച്ചുകൊണ്ട് അവിടെയുള്ള ടോയ്ലറ്റിലടക്കം തുടച്ചുകൊണ്ട് അത് ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് ഇട്ടുകൊടുക്കുന്നു. തിരിച്ചതുപോലെ തന്നെ നാട്ടിലേക്ക് വരുന്നതിന് മുൻപ്
ഇത്തരത്തിൽ കർച്ചീഫ് കഴുകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തറയിലും കിച്ചണിലും ടോയ്ലറ്റിലും ഒക്കെ ആ കർച്ചീഫ് കൊണ്ട് തുടച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് എടുത്ത് തേയ്ക്കുകയാണ്. അത് അവൾക്കുള്ള ശിക്ഷയാണെന്ന് പറയുന്നു. കൂടാതെ ഇയാളുടെ അടിവസ്ത്രം വരെ ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ്. ഇത്തരത്തിൽ പല പല തെമ്മാടിത്തരങ്ങളും ആ പെൺകുട്ടിയോട് കാണിച്ചിരുന്നു. അപ്പോൾ ആ ഒരു മുറിക്കുള്ളിൽ ഒരു ബന്ദിയെ പോലെ കഴിയേണ്ടി വന്ന എല്ലാ പീഡനങ്ങളും ഏറ്റുവാങ്ങി താൻ അയാൾ പറയുന്നതിനനുസരിച്ച് അത് പ്രവർത്തിച്ച് ചെയ്തു കൊടുക്കുന്ന ഒരു യന്ത്രത്തെ പോലെയായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളല്ല, ഒരുപാട് വർഷങ്ങളായി ആ പെൺകുട്ടി ചെയ്തു വന്നിരുന്നെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരത്തിലുള്ള ഉപദ്രവങ്ങളും അസഹ്യമായ പീഡനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയാണ് ഏറ്റവും ഒടുവിൽ ആ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അയാൾ അത് ആത്മഹത്യ എന്ന് പറയുകയും പിന്നീട് അതൊരു കൊലപാതകമായിരിക്കാമെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന്റെ യഥാർത്ഥ വസ്തുത പുറത്തു വരേണ്ടത് അനിവാര്യം തന്നെയാണ്. കാരണം എന്താണ്, ഒരു 10 വയസ്സായ ഒരു മകളുണ്ട്, ആ മകൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഒരു നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. കാരണം പിതാവിന്റെ സ്നേഹം ആ പെൺകുട്ടി അനുഭവിച്ചിട്ടില്ല. ഒരു അമ്മയായിരുന്നു ആ പെൺകുട്ടിക്ക് എല്ലാമായി ഉണ്ടായിരുന്നത്. ആ അമ്മ പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ. അപ്പൊ എന്താണ് ഇവിടെ ഉണ്ടായതെന്ന് തീർച്ചയായിട്ടും നമുക്ക് അറിഞ്ഞേ പറ്റുകയുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഈ പെൺകുട്ടിക്ക് മറ്റു സുഹൃത്തുക്കളുമായി ഒന്നും സംസാരിക്കാൻ കഴിയില്ല. കാരണം ഈ പെൺകുട്ടിയെ ആരെങ്കിലും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഇയാൾ ലൗഡ് സ്പീക്കറിലായിരിക്കും ഈ ഫോണൊക്കെ ഇട്ട് കേൾക്കുന്നത്. എന്നിട്ട് ഒച്ച വെക്കാതെ ഇയാൾ അവിടെ ഇല്ല എന്നുള്ള രീതിക്കായിരിക്കും സംസാരിക്കുക. കാരണം വളരെയധികം സംശയരോഗിയായിരുന്നു എന്ന് തെളിയിക്കുന്ന പ്രവണതകളൊക്കെ തന്നെയാണ് ഇയാൾ കാണിച്ചു കൊണ്ടിരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇനി അഥവാ അതുല്യ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ പോലും ഇയാൾ ഇല്ലാത്തപ്പോൾ മാത്രമേ അത്തരത്തിൽ അവൾ സംസാരിച്ചെന്നുള്ളൂ. അവൾ സംസാരിച്ചതിൽ പകുതിയും ഇയാൾ അവളോട് കാണിക്കുന്ന ക്രൂരതയും അവൾക്ക് അവിടുന്ന് ഏറ്റുവാങ്ങേണ്ടി വന്ന സങ്കടവും ഒക്കെയാണ് ഇവൾ സുഹൃത്തുക്കളോട് പങ്കുവെച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും എന്താണ് അതിലേക്ക് സംഭവിച്ചത് എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അത് കൊലപാതകമാണോ, കുടുംബം സംശയിക്കുന്നത് പോലെ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ, അതോ ആത്മഹത്യ തന്നെയാണോ? ആത്മഹത്യ ആണെങ്കിൽ പോലും ആത്മഹത്യയിലേക്ക് നയിച്ചത് ആരാണ്? അപ്പോ കാരണക്കാർക്കെതിരെ തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല സതീഷ് ശിക്ഷിക്കപ്പെടേണ്ട വ്യക്തി തന്നെയാണ്. കാരണം മറ്റു ക്രൂരതകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. തെളിവായിട്ട് വീഡിയോ തന്നെ നമുക്ക് മുന്നിലുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. നാട്ടിലെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇനി തുടർ നീക്കങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും.